ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു. നമ്മൾ ഹോണ്ട ആക്റ്റീവ വണ്ടി BS6 മോഡലാണ്. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസിന് വേണ്ടിയിട്ടാണ് കയറ്റിയിരിക്കുന്നത്. അതിൻ്റെ ബ്രേക്ക് ചെക്ക് ചെയ്യുക, ഇൻഡിക്കേറ്റർ ചെക്ക് ചെയ്യുക, അതുപോലെ എഞ്ചിൻ ഓയിൽ മാറ്റുക. പിന്നെ റണ്ണിങ്ങിൽ ഒരു ഓഫായി പോകുന്നൊരു കംപ്ലൈൻറ്റ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബാക്കിലെ ഗാർഡ് ആ ബോൾട്ട് ചെയ്യുന്ന ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യാം. ഇതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജന സർവീസിന് വേണ്ടി നമ്മളതിൻ്റെ ബ്രേക്കിൻ്റെ ഭാഗത്തൊന്ന് ചെക്ക് ചെയ്ത് കൊണ്ട് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ബ്രേക്ക് നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ബ്രേക്ക് നമുക്ക് അയച്ച് ഗ്രീസ് ചെയ്ത് സെറ്റ് ചെയ്യാം. ബാക്കിൽ ടയറായാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല, ഹബിനായാലും നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗത്ത് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. വേരിയേറ്റർ ബോഡി, റോളർ വെയിറ്റ്, ബോക്സ് ടയർ വേറെ കുഴപ്പമൊന്നുമില്ല. അത് ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റായാലും നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ബെൽറ്റും ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബെൽറ്റും ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ബെൽറ്റ് നല്ല ബെൽറ്റാണ്, മറ്റേ ഹോണ്ടയുടെ കമ്പനി ബെൽറ്റാണ് കിടക്കുന്നത്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാറ്, അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. എയർ ഫിൽറ്ററും കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതിൻ്റെ ആക്സിഡൻറ്റ് കേബിളായാലും നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ റണ്ണിങ്ങിൽ ഓഫായി പോകുന്നൊരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഓടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഒരു കാറിൻ്റെ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ ഫ്യൂലിൻ്റെ ഫിൽറ്ററാണ് മാറ്റി കളയേണ്ടത്. ഫ്യൂലിൻ്റെ ഫിൽറ്റർ മാറ്റേണ്ട ഒരു സമയമായിട്ടുണ്ട്. ഇതാണ് ഫ്യൂൽ പമ്പ്, അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഫിൽറ്റർ വരുന്നത്. ആ ഫിൽറ്റർ മാറ്റി കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് മാറേണ്ടതാണ്. അപ്പോൾ അതൊന്ന് വേണമെങ്കിൽ നമുക്ക് കൈയോടെ മാറ്റിയിടാം. പിന്നെ നമ്മളതിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഡിസ്കിൻ്റെ പാഡൊന്നും നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതുപോലെ ബാറ്ററിയുടെ ഭാഗം ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററിയും നമുക്ക് ആമറോണിൻ്റെ ബാറ്ററി ഇരിക്കുന്നത് നിലവിൽ സെൽഫിന് വേറെ കുഴപ്പമൊന്നുമില്ല. വോൾട്ടൊക്കെ കാണിക്കുമ്പോൾ 12.85 വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴായാലും നിലവിൽ വേറെ കംപ്ലൈൻറ്റ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ പ്ലഗിൻ്റെ ഭാഗം ചെക്ക് ചെയ്തുകൊണ്ട് പ്ലഗ് ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പ്ലഗ് നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞാണോ, അത് ആ സ്വിച്ചിൻ്റെ കംപ്ലൈൻറ്റാണ്. അത് സ്വിച്ച് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിക്കോളും. പിന്നെ ഓടിച്ച് നോക്കിയിട്ട് വേറെ കംപ്ലയിൻസ് ഒന്നും ഇല്ല. പിന്നെ ഈ ക്ലാമ്പൊന്നും ഒരിക്കലും ക്ലാമ്പ് കിട്ടുന്നു പിടിപ്പിച്ച് റീസെറ്റ് ചെയ്യാം. നിലവിലിപ്പോൾ വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പം നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി.